الحمد لله نحمده ونستعينه ونستغفره ونستهدي به ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മുന്നിലുള്ള സഫുകളൊന്ന് പൂർത്തിയാക്കി ആ വിടവുകൾ തീർത്ത് ഇരിക്കാൻ ശ്രമിക്കുക. പിന്നീട് കടന്നു വരുന്ന ആളുകൾ ഇടയിലൂടെ കടന്ന് തോളിലൂടെ ചവിട്ടിച്ചാടി വരാതിരിക്കാൻ നമ്മൾ പല പ്രാവശ്യം സൂചിപ്പിച്ചതാണ്. പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചര്യ ഒന്നാമത്തെ സഫ് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പല സംഭവ കഥകളും മനുഷ്യർക്ക് ഗുണപാഠമായി വിവരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും.
അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഉപമകളെയും ഖുർആനിലൂടെ എടുത്തു പറഞ്ഞത്, സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ മനുഷ്യരായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ ഉപമകളിലൂടെ, ആ സംഭവങ്ങളിലൂടെ ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. വിശ്വാസികളായ ആളുകൾ തീർച്ചയായും ആ ഗുണപാഠങ്ങൾ ആ ഉപമകളിൽ നിന്ന് സ്വീകരിക്കേണ്ട ആളുകളാണ്. എന്നാൽ മുശ്രിക്കുകളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിക്കുന്ന പല ഉപമകളെയും കളിയാക്കുകയും അതിനെ നിസ്സാരമാക്കി കളയുകയും അതിൻ്റെ പേരിൽ തർക്കിക്കുകയും ചെയ്തത് അല്ലാഹു എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ തുടക്കത്തിൽ ഓതി വച്ച വചനത്തിൽ വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മതൽ, ഈ ഗ്രന്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉപമകൾ നാം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല, പല വിഷയങ്ങളിലും മനുഷ്യൻ തർക്കിക്കുന്നവനായി, അതിൻ്റെ പേരിൽ തർക്കിക്കുന്ന സംവദിക്കുന്നവനായി മാറിയിട്ടുണ്ടെന്ന് അല്ലാഹ് സൂചിപ്പിക്കുകയാണ്. മഹാനായ ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സൂചിപ്പിക്കുന്നത് ലമ്മാ ദക്കറല്ലാഹു അൽ അൻകബൂത വദ്ദുബാബ്, അല്ലാഹു എട്ടുകാലിയെയും ഈച്ചയെയും ഒക്കെ ഉപമയായി കൊണ്ടുവന്ന സന്ദർഭത്തിൽ മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞു, മാ ബാലുൽ അൻകബൂതി വദ്ദുബാബ്, എന്താണ് ഈ എട്ടുകാലി, എന്താണ് ഈ ഈച്ചകളൊക്കെ? ഖുർആനിൽ ഈച്ചകളെയും എട്ടുകാലികളെയും ഒക്കെയാണല്ലോ പറയുന്നത്, എന്താ അതിലൊക്കെ ഉള്ളത് എന്ന രൂപത്തിൽ അവരതിനെ നിസ്സാരമാക്കി പറയുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. എന്താ അല്ലാഹു പറയുന്നത്? ഇന്നല്ലാഹ ലാ യസ്തഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുന്നവൻ അല്ല. ഉപമിക്കുന്ന വിഷയത്തിൽ അല്ലാഹുക്ക് യാതൊരു ലജ്ജയുമില്ല. ഒരു കൊതുകിനെയോ അതിനുപരിയായിട്ടുള്ള വലിയ വലിയ സംഭവങ്ങളെയോ കാര്യങ്ങളെയോ ഉപമകളായി കൊണ്ടുവരുന്ന വിഷയത്തിൽ അല്ലാഹുക്ക് യാതൊരു ലജ്ജയുമില്ല എന്ന് അല്ലാഹു ഖുർആനിലൂടെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ആളുകൾ ഈ ഉപമകളെയൊക്കെ വെച്ചുകൊണ്ട് ഓരോന്നിനെ കുറിച്ചുകൊണ്ടും ഉപമിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ കളിയാക്കുന്ന അവസ്ഥ. പല ഉപമകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ള ഉണ്ട്. അവർ അതിലേക്ക് നോക്കുന്നില്ലേ, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ, ഇന്നതവർ കാണുന്നില്ലേ എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പലതിലേക്കും ചൂണ്ടിപ്പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാ ഇതൊക്കെ കൊണ്ടുവന്നത്? ഇതൊക്കെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ സൂചിപ്പിക്കുന്നു. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്, ആ ഉപമകളെല്ലാം നാം കൊണ്ടുവരുന്നത്, അത് ഉപമിക്കുന്നത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ, ആലിമീങ്ങളായ കുറച്ച് ആളുകളല്ലാതെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയില്ല, ചിന്തിക്കുകയില്ല. ഈ ഉപമകളൊക്കെ അല്ലാഹു കൊണ്ടുവന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. അവരിൽ കുറച്ച് ആളുകൾ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. വേറൊരായത്തിൽ നമുക്ക് കാണാം, ഈ ഉപമകളെ നാം ഉപമിക്കുന്നു ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുന്ന, അവർ ഉറ്റാലോചിക്കുന്ന, ചിന്തിക്കുന്ന ആളുകളായേക്കാം. ഈ ഉപമ കണ്ടിട്ടെങ്കിലും അവരൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയേക്കാം. വീണ്ടും അല്ലാഹു സൂചിപ്പിക്കുന്നു വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, അല്ലാഹു ഈ മനുഷ്യർക്ക് വേണ്ടി ഈ ഉപമകളെ ഉപമിക്കുന്നു ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിക്കുന്ന ആളുകളായി മാറിയേക്കാം, ദിക്റുള്ള ആളുകളായി മാറിയേക്കാം അവര്. അപ്പൊ ആളുകൾ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപമകളെ കൊണ്ടുവരുന്നത്.
സഹോദരന്മാരെ, ആ കൂട്ടത്തിൽ അള്ളാഹു ഉപമിച്ച ഉപമകളിൽപ്പെട്ട ഒരു ഉപമയാണ് തേനീച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് നിസ്സാരമായി തോന്നുന്ന ചെറിയൊരു ജീവിയാണെങ്കിലും ആ ജീവിയെ ഉപമയായി അള്ളാഹു കൊണ്ടുവരികയാണ്. നോക്ക്, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ തേനീച്ചയുടെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. തേനീച്ചയുടെ പേരിൽ ഒരു അധ്യായം തന്നെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. തേനീച്ചക്ക് ബോധനം നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്, ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തേനീച്ചക്ക് ബോധനം നൽകി. തേനീച്ചയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തേനിൽ മനുഷ്യന്റെ രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ആ ഒരു തേനീച്ച, ആ തേനീച്ചക്ക് ബോധനം നൽകിയ വിഷയം അല്ലാഹു ഖുർആനില് സൂറത്തു നഹ്ലിൽ തേനീച്ചയുടെ പേരിൽ ഇറങ്ങിയ ആ അധ്യായത്തിൽ തന്നെ സൂചിപ്പിക്കുന്നു. വഔഹാ റബ്ബുക ഇലൻ നഹ്ലി, അല്ലാഹു നിന്റെ റബ്ബ് തേനീച്ചക്ക് ബോധനം നൽകി. അനിത്തഖദീ മിനൽ ജിബാലി ബുയൂത, നീ പർവ്വതങ്ങളിൽ വീടുകൾ കെട്ടിയുണ്ടാക്കുക. വമിനശ്ശജരി, മരങ്ങളിലും നീ വീട് കെട്ടിയുണ്ടാക്കുക. വമിമ്മാ യഅരിശൂൻ, ആ മനുഷ്യന്മാര് കെട്ടിയുണ്ടാക്കുന്ന അവരുടെ ബിൽഡിങ്ങുകളിലും നീ നിനക്ക് വേണ്ടി ഭവനങ്ങൾ ഉണ്ടാക്കുക. തുമ്മ കുലീ മിൻ കുല്ലി സമറാത്ത്, പിന്നെ എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും നീ ഭക്ഷിക്കുക. ഫസ്ലുകി സുബുല റബ്ബിക ദുലല, പിന്നെ റബ്ബിന്റെ മാർഗത്തിൽ നീ പ്രവേശിക്കുകയും ചെയ്യുക. എന്നിട്ട് അല്ലാഹു പറയാ യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു, ആ തേനീച്ചയുടെ അതിന്റെ ഉള്ളിൽ നിന്ന്, അതിന്റെ വയറിൽ നിന്ന് വിവിധ വർണ്ണങ്ങളിലുള്ള പാനീയം അത് പുറത്തു വരുന്നു. ഫീഹി ശിഫാഉൻ ലിന്നാസ്, അതിൽ മനുഷ്യന് ശിഫയുണ്ട്. ഖുർആന പറയുന്നത് അതിൽ മനുഷ്യന് ശിഫയുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്, ആയത്തുകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തേനീച്ചയെ സൂചിപ്പിച്ചത്, പഠിപ്പിച്ചത്, ആ തേനീച്ചയെ കുറിച്ച് പറഞ്ഞെടുത്ത് റസൂല് പറയുന്നു മസലുൽ മുഅ്മിനി മസലുൻ നഹ്ല, ഒരു മുഅ്മിനിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു തേനീച്ചയെ പോലെയാണ്. ലാ യഅകുലു ഇല്ലാ ത്വയ്യിബ, ആ തേനീച്ച ത്വയ്യിബായതല്ലാതെ ഭക്ഷിക്കില്ല, നല്ലത് മാത്രമേ തേനീച്ച ഭക്ഷിക്കുകയുള്ളൂ. വലാ തലഉ ഇല്ലാ ത്വയ്യിബ, അത് നല്ലതല്ലാതെ നൽകുകയുമില്ല. അത് തിന്നുന്നതും നല്ലതാണ്, അത് പുറത്തേക്ക് കൊടുക്കുന്നതും നല്ലതാണ്. തേനീച്ച നല്ലത് മാത്രമേ നൽകുകയുള്ളൂ എന്ന് റസൂല് പഠിപ്പിക്കുകയാണ്. ഇനി വേറൊരു ഹദീസിൽ റസൂല് പഠിപ്പിക്കുന്നു വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അള്ളാനെ വിളിച്ച് സത്യം ചെയ്തുകൊണ്ടാ റസൂല് പറയുന്നത്. ഇന്ന മസലൽ മുഅ്മിനി ലകമസലിൻ നഹ്ല, ഒരു മുഅ്മിനിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ അതൊരു തേനീച്ചയുടെ ഉപമ പോലെയാണ്. അക്കലത്ത് ത്വയ്യിബ, അത് നല്ലത് ഭക്ഷിക്കുന്നു. വവളഅത്ത് ത്വയ്യിബ, അത് നല്ലതാണ് പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. വവഖഅത്ത്, അതൊരു സ്ഥലത്ത് പതിക്കുകയാണ് എങ്കിൽ, ഇരിക്കുകയാണ് എങ്കിൽ, ഫലം തക്സിർ, അത് കീറുകയില്ല, അല്ലെങ്കിൽ നശിപ്പിക്കുകയില്ല. വലം തുഫ്സിദ്, അത് കുഴപ്പമുണ്ടാക്കുകയില്ല. എവിടെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുകയോ കേടാക്കുകയോ ചെയ്യുകയില്ല. നല്ലത് തിന്നുന്നു, നല്ലത് കൊടുക്കുന്നു, അതെവിടെങ്കിലും ഒന്ന് ചെന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കൂല. അത് എത്തിയ സ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു ജീവിയാണതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നോക്ക് നിങ്ങൾ, ഒരു തേനീച്ച എന്ന ആ ഒരു ചെറിയ ജീവി, ആ ഒരു ജീവിയെ റസൂല് അതിൽ നിന്ന് മൂന്ന് ഗുണങ്ങള് മനുഷ്യർക്ക് പഠിപ്പിച്ചു തരാം. തേനീച്ച എന്ന് പറഞ്ഞാല്, തേനീച്ചയുടെ ഉപമ മനുഷ്യന്റെ ഉപമ പോലെയാണ്. നല്ലത് തിന്നുന്നു, നല്ലത് കൊടുക്കുന്നു. അത് എവിടെയെങ്കിലും ഒന്ന് പതിക്കുകയാണ് എങ്കിൽ അതിൽ മുറിവേൽപ്പിക്കുകയോ അത് കീറുകയോ അതിനെ നശിപ്പിക്കുകയോ കേടാക്കുകയോ ചെയ്യുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എന്താ ഒന്നാമത്തെ ഗുണം? അക്കലത്ത് ത്വയ്യിബ, അത് നല്ലത് ഭക്ഷിക്കുകയുള്ളൂ.
തേനീച്ചയുടെ ഉപമ മനുഷ്യന്റെ ഉപമ പോലെയാണ്. തേനീച്ചയിൽ മനുഷ്യന് ഒരുപാട് ഗുണപാഠങ്ങൾ ഉണ്ടെന്ന് റസൂല് പഠിപ്പിച്ചിട്ട് പറയുകയാണ്, ആ തേനീച്ച നല്ലതേ ഭക്ഷിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ നല്ലതേ ഭക്ഷിക്കാൻ പാടുള്ളൂ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹ് ത്വയ്യിബാണ്, ത്വയ്യിബല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. റസൂല് പഠിപ്പിച്ചതാ. നല്ലത് ഭക്ഷിക്കുകയും നല്ലത് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. അല്ലാഹു നമ്മിൽ നിന്ന് നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഖുർആൻ സൂചിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, മുഅ്മിനുകളായ ആളുകളെ, കുലൂ മിൻ ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലതിൽ നിന്ന് ഭക്ഷിക്കണേ, മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം വിഭവമായി നൽകിയതിൽ നിന്ന് നല്ലത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക. കണ്ടത് മുഴുവൻ തിന്നണ്ട. എല്ലാം മനുഷ്യർക്ക് ഇറക്കിയതല്ലേ, എല്ലാം തിന്നാം. അവിടെ ത്വയ്യിബായത് മാത്രം നിങ്ങൾ തിന്നുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഏതാ ഏറ്റവും നല്ല ഭക്ഷണം? അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാ അകല അഹദുൻ ത്വആമൻ ഖത്ത് ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ഒരാള് തൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ച് കിട്ടുന്ന ഭക്ഷണത്തെക്കാളും അഹ്സന, അല്ലെങ്കിൽ അതിനേക്കാളും ഖൈറായ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാ. എന്ന് പറഞ്ഞാൽ ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ സ്വയം അധ്വാനിച്ച് തിന്നുന്നത് തന്നെയാണ്. എന്നിട്ട് റസൂൽ പറയുന്നു, ഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ ദൂതനായ ദാവൂദ് അലൈഹിസ്സലാം, കാന യഅകുലു മിൻ അമലി യദിഹി, അദ്ദേഹത്തിന്റെ അധ്വാന ഫലമായി കിട്ടുന്നതിൽ നിന്നാണ് അദ്ദേഹം ഭക്ഷിച്ചിരുന്നത്. അദ്ദേഹം അധ്വാനിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനാണ്, അധ്വാനിച്ച് കിട്ടിയത് കൊണ്ട് തിന്നിരുന്ന മനുഷ്യനാണ് അദ്ദേഹം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ തിന്നുന്നത്, നമ്മൾ ഭക്ഷിക്കുന്നത്, നമ്മൾ അധ്വാനിച്ച് നമ്മൾക്ക് ഹലാലായി കിട്ടിയത് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ഹലാലും ത്വയ്യിബുമായത് നിങ്ങൾ ഭക്ഷിക്കുക എന്നുള്ളതാണ്. ആ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല എങ്കിൽ, ഹറാമും ഹലാലും നമ്മൾ നോക്കിയിട്ടില്ല എങ്കിൽ, സഹോദരന്മാര്, നമ്മുടെ പ്രാർത്ഥനകൾ വരെ സ്വീകരിക്കുന്നതിന് തടസ്സമാകുമെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മൾ പല ആവർത്തി കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഇരു കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന, പടച്ചോനെ എനിക്ക് ഇന്നത് തരണേ, എനിക്ക് ഇന്നത് തരണേ, എന്നെ ഇങ്ങനെ സഹായിക്കണേ, ഇങ്ങനെ ചെയ്യണേ എന്ന് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് റസൂൽ പറയുന്നു, മത്അമുഹു ഹറാം, ഹറാമാണ് ഭക്ഷിക്കുന്നത്, വമശ്റബുഹു ഹറാം, ഹറാമാണ് അവൻ കുടിക്കുന്നത്, വമൽബസുഹു ഹറാം, അവന്റെ വസ്ത്രവും ഹറാമിലാണ്, ഗുദിയ ബിൽ ഹറാം, ഹറാമിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് ആ മനുഷ്യൻ. ഫഅന്നാ യുസ്തജാബ ലഹു, പിന്നെ എവിടുന്ന് അവന് ഉത്തരം കിട്ടാനാ? പിന്നെ അവൻ എവിടുന്ന് ഉത്തരം കിട്ടാനാ? അപ്പോ ഹറാമില്ലാത്തത് ഭക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതാണ് തേനീച്ചയുടെ ഒരു ഗുണം. തേനീച്ച തിന്നുന്നത് നല്ലതേ തിന്നുകയുള്ളൂ, നല്ലത് മാത്രമേ തേനീച്ച കഴിക്കുകയുള്ളൂ. അടുത്ത ഗുണം ത്വയ്യിബ, നൽകുന്നതും ത്വയ്യിബാണ്. ആ തേനീച്ചയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വളരെ വിശേഷപ്പെട്ട വിശിഷ്ടമായ ഒരു മരുന്നാണ്, ഒരു പാനീയമാണ്. ഫീഹി ശിഫാഉൻ ലിന്നാസ്, അതിൽ മനുഷ്യന്റെ രോഗങ്ങൾക്കുള്ള ശിഫയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ആ തേനീച്ചയെ പോലെയാകണം. തേനീച്ച നല്ലത് കൊടുക്കുന്നത് പോലെ നമ്മളും ആളുകൾക്ക് നല്ലതേ കൊടുക്കാവൂ. നമ്മളും ആളുകൾക്ക് നന്മയെ ചെയ്യാവൂ. ആളുകളെ ഉപദ്രവിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ആരാ? നമുക്കൊക്കെ ആഗ്രഹമുണ്ടല്ലേ അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ആളുകളാകണമെന്ന്, അള്ളാഹിന്റെ സ്നേഹം കിട്ടണമെന്ന്, റസൂലിന്റെ ഹബ്ബ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? അതാ റസൂല് പഠിപ്പിക്കുന്നു, റസൂലിനോട് ചോദിക്കുന്നു, ആരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മവും ഏതാണെന്ന് ചോദിക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ്, എന്താ അറിയോ? അഹബ്ബുന്നാസി ഇലല്ലാഹി തആല അൻഫഉഹും ലിന്നാസ്.
ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് അവരിൽ ജനങ്ങൾക്ക് ഏറ്റവും ഗുണമുള്ളവനാണ്, ഉപകാരമുള്ളവനാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള, ഗുണം ലഭിക്കുന്നത് ആരാണോ, ആ ഗുണം നൽകുന്നത് ആരാണോ, അവനെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ കൊണ്ടൊക്കെ വല്ല ഗുണം നമുക്കല്ലാതെ മറ്റൊരാൾക്ക് വല്ല ഗുണവുമുണ്ടോ? ആളുകൾക്ക് അൻഫഉം ലിന്നാസ്ന, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം കിട്ടുന്നവൻ ആരാണോ അവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാ അറിയോ? സുറൂറുൻ, സന്തോഷമുണ്ടാക്കുക എന്നുള്ളതാണ്. തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ പേരിൽ. അപ്പൊ ഒരു മുസ്ലിമിലേക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക, ഒരു പ്രയാസപ്പെടുന്ന ആൾക്ക് സന്തോഷം കൊടുക്കുക. എന്നിട്ടോ ഔ തക്ഷിഫു അൻഹു കുർബ, അവന്റെ ഒരു പ്രയാസം അങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഔ തഖ്ലി അൻഹു ദൈന, അവന്റെ കടം വീട്ടി കൊടുക്കുക. ഔ തത്റുദ അൻഹു ജൂഅ, അവന്റെ വിശപ്പ് അവനിൽ നിന്ന് അകറ്റുക. പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന് താൻ മുഖേന ഒരു സന്തോഷമുണ്ടായാൽ, അവന്റെ ആ പ്രയാസം ഒന്ന് നീക്കിക്കൊടുക്കാൻ ശ്രമിച്ചാൽ, അവന്റെ ബുദ്ധിമുട്ട് അകറ്റിക്കൊടുത്താൽ, അവന്റെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ കടം വീട്ടാൻ നീ സഹായിച്ചാൽ, വിശന്നിരിക്കുന്ന മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം നീ കൊടുത്താൽ, അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, തേനീച്ച അങ്ങനെയാ, ആളുകൾക്ക് ഉപകാരം, നന്മയെ തേനീച്ചയിൽ നിന്നുള്ളൂ. നമ്മൾ സ്വയം ഒന്ന് നോക്കുക, നമ്മിൽ നിന്ന് നന്മയാണോ, നമ്മിൽ നിന്ന് തിന്മയാണോ ആളുകൾക്ക് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കൂനു ഫിന്നാസി കൻഹല ഫിത്തൈർ, പക്ഷികളിൽ തേനീച്ചയെ പോലെ നിങ്ങൾ മനുഷ്യർക്കായി തീരുക. നിങ്ങൾ മനുഷ്യരിൽ പക്ഷികളിൽ തേനീച്ച എങ്ങനെയാണോ അതേ രൂപത്തിൽ നിങ്ങൾ മനുഷ്യരിൽ ആയിത്തീരുക. എന്നിട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, ഇന്നഹു ലൈസ മിനത്ത്-ത്വയ്രി ശൈഉൻ ഇല്ലാ ഹുവ യസ്തദ്ഇഫുഹാ, പക്ഷികളില് ആ തേനീച്ചയെ നിസ്സാരമാക്കി ദുർബലമാക്കി കാണാത്ത ഒരു പക്ഷിയില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ പക്ഷികളും തേനീച്ച ഒഴിച്ച് ബാക്കിയുള്ള പക്ഷികളൊക്കെ ഈ തേനീച്ചയെ നിസ്സാരമാക്കി കാണുകയാണ്. വലൗ യഅലമുത്ത്-ത്വയ്റു മാ ഫി അജ്വാഫിഹാ, ആ തേനീച്ചയുടെ ഉള്ളിലുള്ളതെങ്ങാനും ഈ പക്ഷികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ മിനൽ ബറക, ആ ബറക്കത്ത്, ലം യഫ്അലു ദാലിക ബിഹാ, അവർ ആ തേനീച്ചയെ നിസ്സാരമാക്കി നിന്ദ്യമാക്കി തരം താഴ്ന്നതാക്കി അവരെ മാറ്റുകയില്ലായിരുന്നു. അത്രയും ഗുണമുള്ള ഒരു ജീവിയാണ് ആ തേനീച്ച. പക്ഷികളൊക്കെ അതിനെ നിസ്സാരമാക്കുന്നത് പോലെ ആളുകൾ ഒരു പക്ഷേ നിങ്ങളെ നിസ്സാരമാക്കിയേക്കാലം, എന്നാലും അങ്ങനെ ആക്കുമെങ്കിലും നിങ്ങൾ പക്ഷികളിൽ തേനീച്ച എങ്ങനെയാണോ അതേ രൂപത്തിൽ മനുഷ്യരിലെ ഒരാളായി നിങ്ങൾ മാറാൻ ശ്രമിക്കുക. നിങ്ങൾ നല്ലവരാവുക എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആളുകൾക്ക് ഉപകാരമുള്ളവരായി മാറുക. പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം അകറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രയാസപ്പെടുന്നവന്റെ ആ പ്രയാസത്തെ നീക്കി അവന് സന്തോഷം നൽകാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഭക്ഷണമില്ലാതെ വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ അയൽപക്കത്ത് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾക്ക് നിന്റെ സമ്പത്ത് കൊണ്ടൊരാശ്വാസം നൽകാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? എങ്കിൽ അതാണ് അഫ്ളലായ കർമ്മമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നോട് ചോദിച്ച ഒരു മനുഷ്യനോട് ഏറ്റവും അഫ്ളലായ കർമ്മം ഏതെന്ന് ചോദിച്ച മനുഷ്യന് പറഞ്ഞു കൊടുക്കുക. ആ രൂപത്തിലാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി നോക്കിയേ, മൂന്നാമത്തെ ഒരു ഗുണമായി പഠിപ്പിക്കുന്നത് ഫലം തക്സിർ വലം തുഫ്സിദ്, അതൊരു സ്ഥലത്ത് പതിച്ചാൽ ആ പതിച്ച സ്ഥലം അത് കീറുകയോ നശിപ്പിക്കുകയോ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുകയില്ല. ഒരുപാട് പ്രാണികളെ നമ്മൾ കാണാറുണ്ട്. ഒരു ചെടി വളർന്നു വരുമ്പോൾ അതിൻ്റെ ആ തളിരിലയിൽ ഇരുന്നു കൊണ്ട് ആ ജീവിക്ക് വേണ്ട ഭക്ഷണം അതിൽ നിന്ന് സ്വീകരിക്കുകയും ആ ഇല നശിപ്പിച്ച് കളയുകയും ചെയ്യുന്ന, ആ ഇല വെട്ടിക്കളയുന്ന ഒരു ചെറിയൊരു പ്രാണി ഒരു ഇലയിലിരുന്നാൽ
ആ ഇല തിന്ന് നശിപ്പിക്കുന്ന ഒരവസ്ഥ മിക്ക പ്രാണികളിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ തേനീച്ച ഒരു പൂവിലിരുന്നാൽ ആ പൂവ് നശിപ്പിക്കുന്നില്ല. മനുഷ്യന് ഉപകാരമുള്ള തേനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്നെടുത്തുകൊണ്ട് ആ തേനീച്ച അതിൻ്റെ കൂട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. അതെവിടെങ്കിലും ഒന്ന് ഇരുന്നാൽ അത് നശിപ്പിക്കുന്നില്ല. ഒരു പ്രാണി, ഒരു പക്ഷി ഇരുന്നതിൻ്റെ പേരിൽ ആ ഇല നശിച്ചു പോകുന്നില്ല, കൊമ്പൊടിഞ്ഞു പോകുന്നില്ല. കണ്ടോ, എവിടെങ്കിലും ഒന്ന് ഇരുന്നാൽ അതെന്ത് ചെയ്യൂല, അതിനെ നശിപ്പിക്കുകയില്ല. ആ രൂപത്തിലാകണം നമ്മൾ. എവിടെങ്കിലും ഒന്ന് ചെന്നാൽ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ, ഒരാളെയും ആക്രമിക്കാതെ, പ്രയാസപ്പെടുത്താതെ നല്ലവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എവിടെങ്കിലും ഒന്ന് ചെന്നു കഴിഞ്ഞാൽ അവിടെ ആകെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് ഫിത്തനയും ഫസാദും ഉണ്ടാക്കുന്ന ഒരു ശൈലി, ഒരു സ്വഭാവം സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പരസ്പരം സഹായിക്കുന്ന, സ്നേഹിക്കുന്ന ആളുകളായി മാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. സഹോദരന്മാരെ, പഞ്ചായത്തിലോ വില്ലേജിലോ പോയാൽ നമ്മൾ മുസ്ലിമാണെന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. പിന്നോക്ക വിഭാഗമാണെന്ന സർട്ടിഫിക്കറ്റ് കിട്ടും. റസൂല് തരുന്ന സർട്ടിഫിക്കറ്റ് ഏതാണെന്നറിയോ? ഒരു മുസ്ലിമാണെന്ന് എങ്ങനെയാ നമ്മൾ തിരിച്ചറിയുക? അൽ മുസ്ലിം, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഏതൊരുത്തന്റെ കയ്യിൽ നിന്ന് മറ്റുള്ള മുസ്ലിമീങ്ങൾ അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നോ അപ്പോഴാ ഓ മുസ്ലിം ആകുന്നത്. നമ്മളിൽ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അയാളല്ലാത്ത മറ്റുള്ള ആളുകൾ ഇവന്റെ നാവിനാലും അവന്റെ കയ്യാലുമുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് എപ്പോൾ രക്ഷപ്പെടുന്നോ അപ്പോഴേ ഓ മുസ്ലിം ആവുള്ളൂ. അപ്പൊ അവനാൻ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളെ കൊണ്ട് വല്ല ശല്യം, നമ്മുടെ നാവിനെ കൊണ്ട് വല്ല ശല്യവും ബുദ്ധിമുട്ടും അപ്പുറത്തുള്ള മുസ്ലിമീങ്ങൾക്ക്, ഇതര സഹോദരങ്ങൾക്കുണ്ടോ എങ്കിൽ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെങ്ങനെ പറഞ്ഞിട്ട് ഓലൊന്നും ഇസ്ലാമല്ല കേട്ടോ, ഓലൊന്നും പ്രവർത്തനം കണ്ട ഇതല്ല കേട്ടോ, അപ്പുറത്താണെന്ന് പറഞ്ഞ് ഓൽക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടാകാം. കൂട്ടത്ത് നമ്മളെ സർട്ടിഫിക്കറ്റ് കീറുകയും ചെയ്യുക. നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് പുറത്താകും. എപ്പോഴാണോ അപ്പുറത്തുള്ള ആളുകൾ നമ്മുടെ നാവിനാലും നമ്മുടെ കയ്യാലുമുള്ള ഷെറിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് അപ്പോഴേ നമ്മൾ മുസ്ലിം ആവുള്ളൂ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യസ്ലിംഹു വലാ യസ്ലിംഹു. അവനെ ഉപദ്രവിക്കുകയോ അവനെ ചതിയിൽപ്പെടുത്തി അക്രമികൾക്ക് പിടിച്ചു കൊടുക്കുകയോ ചെയ്യൂല. അതാ മുസ്ലിം എന്ന് പറഞ്ഞാൽ. സഹോദരന്മാരെ, ഈ ഗുണങ്ങൾ നമ്മിൽ വേണം. നോക്ക് നിങ്ങൾ, ചെറിയൊരു ജീവിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന 3 ഗുണങ്ങൾ. നല്ലത് ഭക്ഷിക്കുക, നല്ലത് ജനങ്ങൾക്ക് കൊടുക്കുക, ഫിത്തനയും ഫസാദുമില്ലാത്ത ജീവിതം നയിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഗുണം, ഈ ഒരു ഉപമ അള്ളാഹു ഉപമിച്ചത്, ഈ തേനീച്ചയെ ഉപമിച്ചത് നമുക്കൊക്കെ അതിൽ ഒരുപാട് ഗുണപാഠമുണ്ട് എന്നതുകൊണ്ടാണ്. സഹോദരന്മാരെ, ആ ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതം കറകളഞ്ഞ പരിശുദ്ധമായ ത്വയ്യിബായ ഒരു ജീവിതമാക്കി മാറ്റണം എന്നാണ് ഈ തേനീച്ചയുടെ ഉപമയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ജനങ്ങൾക്ക് നല്ലത് കൊടുക്കുന്ന, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, തിന്മ അവരെ തൊട്ട് തടയുന്ന, അവരുടെ പ്രയാസങ്ങളെ അകറ്റിക്കൊടുക്കുന്ന ഒരവസ്ഥ നമ്മിലുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഈ ഒരു പള്ളി നമുക്കറിയാം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ. ഇങ്ങനെയൊരു ജുമുഅക്ക് നമ്മൾക്ക് പങ്കെടുക്കാനും
ഖുതുബ കേൾക്കാനും ദീന് മനസ്സിലാക്കാനും ഇത്യാദി ഇബാദത്തുകൾക്ക് അവസരം തന്ന റഹ്മാനായ റബ്ബ് അതിന് കാരണക്കാരായി മാറിയ കുറേ സഹോദരന്മാരെ, ഇതും ആളുകൾക്ക് ഗുണം ചെയ്യുന്നൊരു മേഖല തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മഹല്ലിൽ ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ നമുക്കൊരു വിദ്യാർത്ഥികൾക്ക് ദീന് പഠിക്കാനുള്ളൊരു മദ്രസ ആരംഭിക്കേണ്ടതുണ്ട്. റമദാനിൻ്റെ തുടക്കത്തിൽ, റമദാനിൻ്റെ മുന്നോടിയായി മുന്നിൽ അതിനുള്ള സംവിധാനമൊരുക്കാൻ വേണ്ടി നമ്മൾ പല ആളുകളും സഹായിച്ചു. അൽഹംദുലില്ലാ, നമ്മൾ അതിനൊരു മേൽക്കൂരയുള്ള ഒരു ഷെഡ് കെട്ടി. ഇനിയും അതിൻ്റെ പണികൾ ഒരുപാട് ബാക്കിയുണ്ട്. പല ആളുകളും പല തരത്തിലുള്ള ഓഫറുകൾ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം അവരിൽ നിന്നും ഖബൂൽ ചെയ്ത് പരലോകത്തേക്ക് ഉപകാരപ്പെടുന്നൊരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇനിയും സാമ്പത്തികമായി നല്ലൊരു സംഖ്യ അതിന് ആവശ്യമുണ്ട്. ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ അതിൻ്റെ സൈഡ് മറക്കാനും അതേ രൂപത്തിൽ അതിലുള്ള ബാക്കി സംവിധാനങ്ങൾക്ക്, ഇലക്ട്രിക്കൽ വർക്കുകൾക്കൊക്കെ സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട്. ഞാനിതൊരു ഖുതുബയിൽ സൂചിപ്പിക്കാൻ കാരണം, ഇത് പരലോകത്തേക്ക് നമുക്ക് ഗുണം ലഭിക്കുന്ന, ജനങ്ങൾക്ക് നല്ലത് കൊടുക്കുന്ന തേനീച്ചയുടെ ആ ഉപമ മനസ്സിലാക്കിയ നമ്മൾക്ക് ജനങ്ങൾക്ക് നല്ലത് പഠിക്കാനുള്ള ഒരു അവസരം നൽകുന്ന ഒരു സംരംഭമായതുകൊണ്ടാണ്. സഹോദരന്മാരെ, ഈ റമദാൻ, ഈ ഒരു അധ്യയന വർഷം കഴിഞ്ഞ് പുതിയത് ആരംഭിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ അത് തുടങ്ങുമ്പോഴേക്ക് അതിനുള്ള സംവിധാനമൊരുക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട്. കഴിവിൻ്റെ പരമാവധി ആളുകൾ അതുമായി സഹകരിച്ചുകൊണ്ട് സാമ്പത്തികമായ നിങ്ങളുടെ സഹായങ്ങൾ അതിന് നൽകേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ ഒരു പള്ളി നടത്തിക്കൊണ്ടുപോകാനുള്ള കളക്ഷൻ എല്ലാ ദിവസവും നമ്മളവിടെ ബക്കറ്റ് വെക്കാറുണ്ട്. പല ആളുകളും അതുമായി സഹകരിക്കാറുണ്ട്. മറന്നുപോകുന്ന ആളുകളുണ്ട് എങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊക്കെ നമ്മളെ പരലോകത്തേക്ക് ബാക്കിയാവുള്ളൂ. അല്ലാണ്ട് റസൂല് പഠിപ്പിച്ചതാ, ഒരാള് വല്ലതും ദാനം ചെയ്താൽ അതിൽ നിന്ന് ആ ദാനം ചെയ്തതിൻ്റെ പേരിൽ ഒന്നും കുറഞ്ഞു പോകില്ല, അവൻ അധികരിക്കുകയല്ലാതെ. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ആളുകൾ അതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഹജ്ജ് അടുത്ത് വരികയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്. ഹജ്ജിന് അപേക്ഷ കൊടുത്തിട്ട് കിട്ടാത്ത കുറേ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത സന്ദർഭങ്ങളിൽ അവർക്കും ഹജ്ജ് ചെയ്യാനുള്ള ഒരു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പോകുന്ന ആളുകൾ, അതിന് എല്ലാം റെഡിയായ പെർമിഷൻ കിട്ടിയ ആളുകളുണ്ട്. ആ ആളുകൾക്ക് ഹജ്ജിൻ്റെ രൂപവും അത് എങ്ങനെയാണ് അതിൻ്റെ അവിടെ പെരുമാറേണ്ടതും, മക്കക്കും മദീനക്കുമുള്ള മഹത്വവും അവിടെ നമ്മൾ പെരുമാറേണ്ട രൂപവും ഹജ്ജ് എങ്ങനെ നിർവഹിക്കണം എന്നതൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ഹജ്ജ് പഠന ക്ലാസ് ഇൻഷാ അല്ലാഹ് ഈ 24-ാം തീയതി പെരുമ്പാവൂരിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ആളുകൾ ആ ഹജ്ജ് പഠന ക്ലാസ്സിലേക്ക്, ഹജ്ജിന് പോകുന്ന ആളുകളെ എത്തിക്കാൻ ശ്രമിക്കണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള സൗകര്യമൊരുക്കണം. അവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒരുക്കണമെങ്കിൽ അതിന് മുൻകൂട്ടി പേരുകളെ, വരുന്ന ആളുകളുടെ എണ്ണവും പേരും ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും തങ്ങളുടെ പരിധിയിൽപ്പെട്ട, തങ്ങളുടെ കുടുംബത്തിലോ ബന്ധത്തിലോ സുഹൃത്ത് വലയത്തിലോ ഉള്ള ആളുകളെ അങ്ങോട്ട് എത്തിക്കാനും, ആ ആളുകളുടെ പേര് ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കാനും, അത് മഹല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുർ റഹീമായ നാഥൻ നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ രൂപത്തിലുള്ള
ഈ കർമ്മങ്ങൾ, ഈ പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നും ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ആ തേനീച്ചയുടെ ഉപമ സ്വീകരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നല്ലത് തിന്നുകയും നല്ലത് ജനങ്ങൾക്ക് കൊടുക്കുകയും ജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത രൂപത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. റഹ്മുറാഹിമായ നാഥ, ഗഫാറായ റഹ്മാനെ, ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. തെറ്റുകളിൽ മുഴുകുന്ന ആളുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. റഹ്മുറാഹിമായ നാഥ, ഞങ്ങളുടെ റമളാൻ അത് കഴിഞ്ഞു. ആ റമളാനിനെ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ റഹ്മാനെ. ആ റമളാനിൽ ഞങ്ങൾ ചെയ്ത നമസ്കാരവും നോമ്പും സക്കാത്തും മറ്റു ആരാധന കർമ്മങ്ങളെല്ലാം ഞങ്ങളിൽ നിന്നും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. റഹ്മുറാഹിമായ നാഥ, രോഗികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകണേ റഹ്മാനെ. ആ രോഗം പരലോകത്തേക്ക് ഗുണപ്പെടുന്ന ഒന്നാക്കി ആ പരീക്ഷണങ്ങളിൽ വിജയിക്കാനുള്ള തൗഫീഖ് അവർക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.